ഇതെന്താണെന്നറിയോ? തേങ്ങ, നല്ല ഇനം തേങ്ങകളാണ്. മുളപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടതാണ്. ഒരു ദിവസം വെള്ളത്തിലിട്ടാൽ മതി. എന്നിട്ട് മണലിൽ പാകണം. നല്ല ഇനം തെങ്ങിൻ്റെ തേങ്ങകൾ നിലത്ത് വീഴാതെ താഴെ ഇറക്കണം. തണുപ്പടിക്കാൻ പകുതി എണ്ണൊക്കെ നോക്കി മണ്ണിൽ പാകണം. മണലിൽ 2-3 ദിവസം ഇങ്ങനെ ഇട്ടിട്ട് അല്ലേ? 3-4 ദിവസം ഇങ്ങനെ തണലത്തിടുക. എന്നിട്ട് മണലിൽ പാവണം അല്ലേ? എല്ലാവരും മണ്ണിൽ കവറിലാക്കി പാകണം. ഏതാച്ചാ നാട്ടുമാവ് അല്ലേ? ഇതിൻ്റെ പേരെന്ന് പറയാച്ചാ? ഇന്നലെ ജോസേട്ടൻ വന്നായിരുന്നു പ്ലാവുണ്ടോയെന്ന് ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു വിനോട്ടൻ വരട്ടേന്ന്. ക്കാരൻ ഇതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു അന്ന് പറഞ്ഞല്ലേ? കേരളത്തിലെ ഏറ്റവും നല്ല നാട്ടുമാവ്. തൈ കുറച്ച് വാടിയിട്ടുണ്ട് കേട്ടോ. വാടിയതല്ല അത്. എന്നോട് ഈ മാവും തൈ കൊടുക്കുന്നുണ്ടോ? ഇതിനെത്രയാ? 400. ഞാൻ പറഞ്ഞു വിനോടിൻ്റെ ഇവിടെ ഇല്ലാത്ത കാരണം വരട്ടേന്ന് പറഞ്ഞു. അച്ഛാ ഇതെന്ത് തയ്യാ അച്ഛാ? ഒന്ന് നോക്കിക്കേ അച്ഛാ. ഈജിപ്ഷ്യൻ ഗുവ. ഓ, ഈജിപ്തിലെ പേര് ഇങ്ങനെയാ അല്ലേ? നമ്മുടെ ജബോട്ടിക്കാപ്പൻ്റെ തൈയല്ലേ? കുരുനട്ട് ബ്രസീലിയൻ പൊമീലോ. ഓരോ പ്ലാന്റും ഓരോ പ്ലാന്റിൽ നിന്ന് എത്ര വിഭിന്നമാണ് നോക്ക്. എന്തൊരു ഭംഗിയാണ്. ബ്രസീലിയൻ ഗോൾഡൻ പൊമീലോ ഇതിൻ്റെ പേര്. ഗോൾഡൻ പൊമീലോ. അതൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കാം അച്ഛാ അതിൻ്റെ ഫ്ലവേഴ്സ്. നല്ലൊരു മുല്ലപ്പൂവിൻ്റെ മണം. അച്ഛാ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നാരകത്തിൻ്റെ ഉണ്ടല്ലോ, അതിൻ്റെ ഫ്ലവറിൻ്റെ മണം മുല്ലപ്പൂവിൻ്റെ മണമാണ്. കിയോസവായി തായ്ലൻഡിലെ കുള്ളമാവ്. ഇത് ഓൾ സീസൺ ആണ്. ഇടയ്ക്കിടയ്ക്ക് മാങ്ങയുണ്ടാവും. നല്ല പ്രകാശം വേണം. കിയോസവായി. എന്ത് ഭംഗിയാലേ, എന്ത് സന്തോഷം ഇത് പൂട്ട് കാണുമ്പോൾ. പൈനാപ്പിൾ പ്ലാവിൻ്റെ ചുവട്ടിൽ നിന്നും